ഫ്രഞ്ച് ബെൽജിയൻ സാഹിത്യകാരനായ മോറിസ് മെറ്റർലിങ്ങിൻ്റെ മേരി മഗ്ദലന എന്ന വളരെ പ്രശസ്തമായൊരു നാടകമുണ്ട്. ആ നാടകത്തിൻ്റെ കഥയിൽ സത്യത്തിൽ ഒരു ക്രൈസ്തവൻ്റെ അല്ലെങ്കിൽ ക്രിസ്താനുഗാമിയുടെ ആന്തരിക സംഘർഷങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. കഥഭാവനയാണ്, ബൈബിളിലുള്ള കാര്യങ്ങളല്ല. വേരൂസ് എന്ന് പറയുന്ന പട്ടാള മേധാവി യേശുവിൻ്റെ ക്രൂശുമരണത്തിന് മുമ്പ് യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കൂട്ടത്തോട് ചെന്നിട്ട് പറയുകയാണ്, ഈ നിൽക്കുന്ന മേരി മഗ്ദലന ഉണ്ടല്ലോ, അല്ലെങ്കിൽ മഗ്ദലന മറിയം, അവളോട് നിങ്ങൾ പറയുക, അവളുടെ ശരീരം എനിക്കായിട്ട് വിട്ടുതരികയാണെങ്കിൽ, എനിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ യേശുവിനെ ഞാൻ വെറുതെ വിടാം, നിങ്ങളുടെ ഗുരുവിനെ റബ്ബിയെ ഞാൻ വെറുതെ വിടാം. അത് കേൾക്കുന്ന മറിയയുടെ ഉള്ളം പിടയുകയാണ്. കാരണം മറിയ അനുഗമിച്ച ക്രിസ്തു താൻ ശരീരം വിട്ടുകൊടുത്ത് രക്ഷിക്കേണ്ട ക്രിസ്തുവല്ലെന്ന് അവൾക്കറിയാമായിരുന്നു. എന്ന് മാത്രമല്ല, തൻ്റെ ശരീരം വിട്ടുകൊടുത്താൽ, അങ്ങനെ രക്ഷിക്കാനായിട്ട് തുനിഞ്ഞാൽ അത് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതാണെന്ന് അവൾക്കറിയാമായിരുന്നു. എന്നാൽ ഈ വേരൂസ് എന്ന പട്ടാള മേധാവിയുടെ സംസാരം കേട്ട യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്ന ചെറിയൊരു കൂട്ടം, അവർ പറഞ്ഞു, നീ ഒറ്റുകാരിയാണ്. കാരണം ഗുരുവിനെ രക്ഷിക്കാനൊരവസരം വന്നിട്ടും നീ അത് ചെയ്തില്ല. നിൻ്റെ ശരീരം വിട്ടുകൊടുത്ത് നീ രക്ഷിക്കേണ്ടതായിരുന്നു. മേരി മഗ്ദലന മറിയം അതിന് തുനിഞ്ഞില്ല. കാരണം അവൾ അനുഗമിച്ച ക്രിസ്തു എങ്ങനെയുള്ള ആളാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഇതൊരു നാടകകഥയാണ്. അതിൽ മറിയയുടെ പ്രതികരണം എൻ്റെ ഭാവനയിലൂടെയും കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സന്ദേശത്തിന് ചില അർത്ഥങ്ങളുണ്ട്. അതെന്താണ്? അത് സത്യത്തിൽ യേശുവിൻ്റെ അടുപ്പക്കാരാണെന്ന് ഭാവിച്ച് നടക്കുന്ന ആളുകൾക്ക് അവനുമായിട്ട് വലിയ അടുപ്പമില്ല എന്നുള്ളതാണ് വാസ്തവം. മറിച്ച് മറ്റുള്ളവരുടെ കണ്ണിൽ അകലം വിട്ട് നടക്കുകയാണെന്ന് തോന്നുന്നവർക്ക് യേശുവുമായിട്ട് വലിയ അടുപ്പമുണ്ട് എന്നുള്ളതാണ് സത്യം. അവരാണ് സത്യത്തിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായികൾ.